ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം സജേട്ടാ. നമസ്കാരം. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് പൂവച്ചൽ ഖാദർ സാറിന്റെ പേരുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഓർമ്മയിൽ പണ്ട് ഞാൻ മഹാരാഷ്ട്രയിലാണ് വളർന്നത്. അപ്പം കുറേ മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും ഈ ഗാനങ്ങൾ എന്നുള്ള ഇതിൽ പൂവച്ചൽ ഖാദർ എന്ന് കാണിക്കും. അപ്പോൾ ഞങ്ങൾ ചേർത്തലക്കാരാണ്. എൻ്റെ അച്ഛൻ വാരനാടുകാരനും ചേർത്തലുള്ള സ്ഥലം, അമ്മ പൂച്ചാക്കലുകാരി. അപ്പം ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് പറയുമായിരുന്നു, അത് നമ്മുടെ നാട്ടുകാരനാണ്, പൂച്ചൽ എന്നല്ലത് പൂച്ചാക്കലാണ് ആക്ച്വലി, അത് തെറ്റി മാറി എഴുതിയിരിക്കുക പറഞ്ഞാൽ നമ്മൾ ഗമയടിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ പോലത്തെ ഒരു ലെജൻഡിന്റെ പേരിലുള്ള ഒരു അവാർഡ്, അതും ബെസ്റ്റ് ആക്ടർ കിട്ടുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം. ഒപ്പം തന്നെ ഒരുപാട് പുതിയ തലമുറ സെലിബ്രിറ്റികൾ വരുന്നുണ്ട്, വ്ളോഗേഴ്സ്, സീരിയൽ ആക്ട്രസ്. അപ്പോൾ അവരെയൊക്കെ കൂടെയുള്ള ഈ ഒരു നിമിഷം എത്രത്തോളം ഒരു അഭിമാനമാണ്? തീർച്ചയായും അഭിമാനം തന്നെയാണ്. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. ഇവരുടെയൊക്കെ നമ്മൾ വർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ നേരിട്ട് പരിചയപ്പെടാൻ അങ്ങനെ നമുക്ക് ചാൻസ് കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവാർഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഡിഫറെന്റ് മേഖല എന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ വാവ സുരേഷ്, അദ്ദേഹത്തിനെ കാണാൻ പറ്റി. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഒരുപാട് നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികൾ വന്നിരുന്നു. അപ്പോൾ അവരെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. പുതിയ പ്രോജക്റ്റ് ഒക്കെ ഏതാണ്? എൻ്റെ ഒരു വരാൻ പോകുന്നത് ഒന്ന് അഭിലാഷം എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഭരതനാട്യം, പൊറാട്ട് നാടകം, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, പിന്നെ ആനന്ദ് ശ്രീബാല, നുണക്കുഴി, അങ്ങനെ കുറച്ച് പടങ്ങൾ വരാനുണ്ട്. പിന്നെ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, സിനിമകളെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണുക. കുറച്ചാൽ കഴിയുമ്പോഴത്തേക്ക് അത് സാറ്റലൈറ്റിലും OTT-ലൊക്കെ വരുമെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി എടുക്കാൻ ശ്രമിക്കുക. നമസ്കാരം നിഷേട്ടാ. നമസ്കാരം. ഇന്ന് നമ്മുടെ പൂവച്ചൽ ഖാദറിന്റെ പേരുള്ള ഒരു അവാർഡ് വാങ്ങാൻ എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര അഭിമാനമായിട്ടുള്ള ഒരു നിമിഷമാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അവാർഡാണ് അത്. മഹത് വ്യക്തിയുടെ പേര് കിട്ടുന്ന ഒരു അംഗീകാരം ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റിയതാണ്. ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒരു താരമാണ്. നമുക്ക് ഈ പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് പലർക്കും അറിയാം. നമ്മൾ ഒരുപാട് ഇന്റർവ്യൂലൊക്കെ കേട്ടിട്ടുണ്ട്. അതൊരു വെല്ലുവിളി തന്നെയാണ്. എന്താണ് ആ ഒരു വെല്ലുവിളി? ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു സൽക്കർമ്മമാണ്. അത് ദിവസങ്ങളോളമുള്ള പ്രാക്ടീസും ദിവസങ്ങളോളം കഷ്ടപ്പാടും ഒക്കെ അതിൻ്റെ ഫലമായിട്ടാണ് ഒരു എപ്പിസോഡ്, ഒരു 15 മിനിറ്റ് വരുന്ന ഒരു സ്കെറ്റ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അത് കണ്ടിട്ട് 10 പേര് ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സെന്ന് നിറയും. നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും സ്വപ്നം സിനിമ മോഹമാണ്. അതെ. അപ്പോൾ എന്താണ് അതിലേക്കുള്ള ഒരു ചവിട്ടുപടി? എത്ര സിനിമയിൽ ഏതെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തു, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെ ദുബായ് വെച്ച് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് 10-30 ദിവസം ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് മനോരമ ഞാൻ ജോയിൻ ചെയ്തു. പടത്തിൻ്റെ പേര് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്നാണ് മലയാളത്തിൽ. ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ സിനിമയെ നമ്മളെ ഇതിൽ കിട്ടുന്ന നിങ്ങൾ അല്ലെങ്കിൽ അഭിനയിക്കാൻ, അതായത് ഇപ്പോൾ ഇതിലൊക്കെ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സ്കിറ്റുകളിൽ. ഇനി എപ്പോഴെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം വേഷം എന്താണ്? മിക്കവാറും എല്ലാം ചെയ്ത് ഏകദേശം ഒരു 500 സ്കിറ്റോളം ഞങ്ങൾ പല ചാനലുകളിലായിട്ട് ചെയ്തു. ലാസ്റ്റ് ചെയ്തത് മനോരമയിലാണ്. അവിടെ 10-30 സ്കിറ്റുകളോളം ഞങ്ങൾ ചെയ്തു. ചെയ്യാതായിട്ട് വേറെ വേഷങ്ങളുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കളക്ടർ മുതൽ IPS കാര്യം വരെ. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ട് സ്കിറ്റുകാരുടെ. കാരണം നമ്മളൊരു സ്റ്റേജിൽ ഈ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റ് നിങ്ങളെ പോലെ ആ ഒരു റേഞ്ചിൽ നിൽക്കണം. അത് എത്രത്തോളം നിങ്ങൾ ഒരു ഇങ്ങനത്തെ ഷോകൾ ചെയ്യുമ്പോൾ നിങ്ങളത് ക്ലിയർ ചെയ്യുന്നു? തീർച്ചയായിട്ടും ഞാനും ജിനും കൂടാണ് മറ്റേ മനോരമയിൽ ഒരു ചിരിപ്പമ്പർ ചിരിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടൈമിംഗ് ആണ്. ഒരു സാധനം ഇട്ട് കൊടുത്താൽ അതിൻ്റെ റിയാക്ഷനും അത് പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യവും നമ്മൾ കൊടുക്കുന്ന മറുപടി എല്ലാം ടൈമിംഗ് ആണ്. മഹാന്മാരായ കലാകാരന്മാർ പറഞ്ഞിട്ട് ഒരു തമാശ അത് അതിൻ്റെ മീറ്ററിൽ പറഞ്ഞില്ലെങ്കിൽ അത് ചത്തുപോകും. അപ്പം അത് ഗീവ് ആൻഡ് ടേക്ക് ആണ്, കൊടുക്കുക, അത് തിരിച്ചു മേടിക്കുക, എന്നാലേ അത് പഞ്ചിന് കൊള്ളത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കൃത്യമായിട്ട് ജിനുവിൻ്റെ നിന്ന് എനിക്കും എൻ്റെ നിന്ന് ജിനുവിനും അത് കിട്ടുന്നുണ്ടെന്നാണ് പ്രതീക്ഷ. എന്തായാലും നല്ലൊരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും നമ്മുടെ ചാനലിലേക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ വളരെ സന്തോഷം. വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.